ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ പ്രതികളായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും കൊല്ലത്ത് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. ഇരുവരുടെയും റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിച്ച സാഹചര്യത്തിലാണ് ഈ രണ്ട് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കിയത്. സുധീഷ് ഗോപാലാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സുധീഷ്, ഈ കോടതിയിൽ രണ്ട് പ്രതികളെയും എത്തിച്ചുവല്ലോ, കോടതി നടപടികൾ ആരംഭിച്ചു. ഗൗതം 10 മണിയോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതോടൊപ്പം തന്നെ ശബരിമലയിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെയും കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തിച്ചത്. 11 മണിയുടെ കോടതി നടപടികൾ ആരംഭിക്കും. അതിനുശേഷം ഈ റിമാൻഡ് കാലാവധി പൂർത്തിയായ ഒരു സാഹചര്യത്തിൽ റിമാൻഡ് നീട്ടിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് തന്നെ ഇന്ന് ഉണ്ടാവുക എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വീണ്ടും ഇവരെ ജയിലിലേക്ക് കൊണ്ടുപോകും എന്നതാണ് മനസ്സിലാവുന്നത്. നമുക്കറിയാം, ഈ സ്വർണ്ണപ്പാളികൾ അടങ്ങിയ ആ ശബരിമലയിൽ നിന്നും ആ സ്വർണ്ണപ്പാളികൾ ചെമ്പ് പാളി എന്ന രീതിയിൽ അത് അവിടെ നിന്നും കടത്തുന്നതിനുള്ള തുടക്കം കുറിച്ച രണ്ട് വ്യക്തികളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ മുരാരി ബാബുവാണ് ഇത്തരത്തിൽ അന്ന് തന്ത്രിയോടെ തന്നെ അനുജ്ഞ വാങ്ങുന്നതിനടക്കമുള്ള കത്തുകൾ തയ്യാറാക്കിയതും മറ്റും. അതിലെ എല്ലാം ആസൂത്രണം, ഗൂഢാലോചന എല്ലാം ഉൾപ്പെടെയുള്ള കേസുകളിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഇരുവരെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ചോദ്യം ചെയ്യലിന് ശേഷം കസ്റ്റഡിയിൽ വാങ്ങിയുള്ള ചോദ്യം ചെയ്യലടക്കം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ റിമാൻഡിൽ കഴിയവേ റിമാൻഡ് കാലാവധി പൂർത്തിയായ ഘട്ടത്തിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തിച്ചിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതി നടപടികൾ പൂർത്തിയാക്കി ഇവരെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഈ കോടതിയിലേക്ക് കൊണ്ടുവന്ന ശേഷമാവും വീണ്ടും ജയിലിലേക്ക് അയക്കുക എന്നതാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള വിവരം. അല്പസമയത്തിനുള്ളിൽ കോടതി നടപടികൾ ആരംഭിക്കും. ഗൗതം. ഓക്കെ സുധീഷ്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതോടൊപ്പം തന്നെ ഈ മുരാരി ബാബുവിനെയും ചോദ്യം ചെയ്യുന്നതിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കേസിൽ വലിയ ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. കാരണം പത്മകുമാറിലേക്കും ഈ വാസുവിലേക്കും ഒക്കെ അന്വേഷണം പോയത് ഇരുവരെയും ചോദ്യം ചെയ്തതിലൂടെയാണ് എന്നത് നമുക്കറിയാം. അതിനാൽ തന്നെ ഈ വീണ്ടും കസ്റ്റഡിയിൽ വേണം എന്നൊരു നിലപാടായിരിക്കുമോ ഇന്നിപ്പോൾ കോടതിയിൽ അന്വേഷണ സംഘം ആവശ്യപ്പെടുക? ഇതുവരെയും കസ്റ്റഡി അപേക്ഷ നൽകും എന്ന് നമുക്ക് വിവരം ലഭിച്ചിട്ടില്ല. അങ്ങനെ നൽകിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ ഒരുപക്ഷെ പത്മകുമാറിനെയും മറ്റും ചോദ്യം ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ലഭിച്ച വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യേണ്ടതുണ്ടോ എന്ന കാര്യത്തിലേക്ക് ഒരുപക്ഷെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്തു തന്നെയായാലും അത് കോടതി നടപടികൾ തുടങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കൂ. അങ്ങനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ അത്തരം ഒരു കസ്റ്റഡി അപേക്ഷ നൽകിയതായിട്ട് നമുക്ക് അറിയില്ല. ഇന്ന് തന്നെയാണ് പത്മകുമാറിൻ്റെയും കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കി ഇന്ന് വൈകിട്ട് കോടതിയിൽ ഹാജരാക്കേണ്ട സാഹചര്യവും നിലനിൽക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യത എത്രത്തോളം എന്നത് നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. എന്തുതന്നെയായാലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതെല്ലാം എത്രത്തോളം മുന്നോട്ട് പോകും, ഇത് മുൻ ദേവസ്വം മന്ത്രിയിൽ അടക്കം എത്തിച്ചേരുമോ എന്നത് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അത്തരത്തിൽ പൂർണ്ണമായും നിഷ്പക്ഷമായി ഈ അന്വേഷണം മുന്നോട്ട് പോയാൽ അത്തരത്തിലുള്ള നിർണായക ഘട്ടത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. എന്നാൽ അത് എത്രത്തോളം മുന്നോട്ട് പോകും എന്നതാണ് പത്മകുമാറിനെ തന്നെ രക്ഷിക്കാനുള്ള നീക്കങ്ങളാണ്. അതായത് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് പ്രതികളാണ് ഈ മുരാരി ബാബുവും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും. ഇരുവരെയും ഇന്നിപ്പോൾ കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. ഈ രണ്ട് പ്രതികളുടെയും റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിച്ച പശ്ചാത്തലത്തിലാണ് രണ്ട് പ്രതികളെയും അന്വേഷണ സംഘം കോടതിയിൽ എത്തിച്ചത്. 11 മണിയോടുകൂടി കോടതി നടപടികൾ ആരംഭിക്കും എന്നാണ് സുധീഷ് ഗോപാൽ റിപ്പോർട്ട് ചെയ്തത്.